എന്താ മാനത്തൊക്കെ കണ്ണുനട്ടിരിക്കണ്? എന്താ നീ മാനത്തേക്ക് കണ്ണു നടാനുള്ളത്? ബാക്കി എന്താണ്? ഒന്നുമില്ല. പെങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്തേ? എന്താ ഓളോട് പറയാ? അവൾക്ക് പൈസ വേണം. 2 ആഴ്ച മുമ്പല്ലേ നിങ്ങൾ ഷോപ്പ് കൊടുത്തു. ഇനി എടുക്ക ഞാൻ വരുന്നതിന്റെ മുമ്പ് ഇനിയിപ്പോ ഇതിപ്പോ എന്തപ്പോ പ്രവാസം ഇവരൊക്കെ വിചാരം ഞാനവിടെ സ്വർണം കായ്ക്കണ മരത്തിന്റെ മുകളിൽ പൈസ പൊട്ടിക്കുകയാണ്. ഇനിയിപ്പോ ചെക്കന് പിന്നെ അഡ്മിഷൻ വേണം, പിന്നെ ലോൺ, എഡ്യൂക്കേഷൻ ലോൺ കിട്ടിയില്ലാന്ന്. എന്താ ഇതിനൊക്കെ ചെയ്തൊക്കെ എല്ലാം എന്റെ തലയിലേക്ക് ഇങ്ങനെ ഇടുമ്പോ എന്താ ഞാൻ ഇതിനൊക്കെ പറയാ? ഞാൻ എന്താ പറയാ, ഞങ്ങളുടെ അങ്ങന്മാരല്ലേ, ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റിയേക്കാരം. പിന്നെ ഒന്നും നോക്ക് വയ്യ. ഇതൊന്നും അറിയില്ല നമ്മൾ എന്തോരം കഷ്ടപ്പെട്ടിട്ട് അവിടുന്ന് ഒരു 10 രൂപ ഉണ്ടാക്കണെന്നുള്ളത്. അറിയോ? അത്രയും കഷ്ടപ്പാടാണ്. രാവിലെ നേരത്തെ പുലർച്ചെ ഈ ഡ്രസ്സും കൊണ്ട് അണിഞ്ഞ് അവിടെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് 12:30 1 മണിയാവും ഇങ്ങോട്ടെത്താൻ. അതുവരെ ചൂടും സഹിച്ച് എന്നിട്ട് അപ്പോഴാണ് ആ ഡ്രസ്സൊക്കെ ഒന്ന് ഊരിയിട്ടൊന്ന് കുളിക്കാനൊക്കെ പറ്റുക. അത്രയും തലയിലെ മുടിയും പോയി, ഉള്ള സൂക്കടൊക്കെയായി വല്ലാത്തൊരവസ്ഥ ഉണ്ട്. ഇതൊന്നും ഇവര് പറഞ്ഞാൽ മനസ്സിലാവില്ല. പോട്ടെ, സമാധാനപ്പെടേ. എന്ത് സമാധാനപ്പെടുന്നത്? നമുക്ക് എന്നും ഇങ്ങനെ സമാധാനം കൂടുതൽ സമാധാനം ആയാലും ശരിയാവില്ല. ഇതിപ്പോ ഇവർക്കൊക്കെ പൈസ അങ്ങോട്ട് നമ്മൾ കൊടുക്കണം. എന്നെങ്കിലും ഒരു അത്യാവശ്യം പറഞ്ഞപ്പോൾ, ഇന്നാളിപ്പോൾ ഈ വീട് ജപ്തിയുടെ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഇവരാ 3 പെങ്ങന്മാരുണ്ടല്ലോ എനിക്ക്, ഇയല്ലേ എന്ന് ചോദിച്ച് 1 ഉറുപ്പ്യ സഹായിച്ച. പൈസ അവരുടെ അടുത്ത് ഇല്ലെങ്കിൽ പോട്ടെ, സ്വർണ്ണം ഉണ്ടല്ലോ അതും തന്നില്ല. അപ്പൊ ഈ അങ്ങണ്ട് എന്ന് മാത്രം ഒരേ സൈഡിലേക്ക് മാത്രമുള്ള ഈ ഒരു പരിപാടി ഉണ്ടല്ലോ. അതെ, ഇതൊക്കെ നിങ്ങളുടെ പെങ്ങൾ നേരത്തെ വിളിച്ചപ്പോൾ നിങ്ങൾക്ക് മലയാളത്തിൽ പറയാറുന്നല്ലേ. ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കണമൊന്നുമില്ല. നിങ്ങൾക്ക് വെറുതെ കാര്യമില്ലാതെ ഇന്നെ ഞാൻ തൊട്ട് നോക്കണം പറഞ്ഞിട്ട് എന്നെ ടെൻഷൻ വന്നതല്ല. ഇത് ഒരാളോട് പറയണ്ടേ? എന്നോടല്ലാണ്ട് ഞാനിപ്പോ ഞാൻ നാട്ടുകാരോട് മൊത്തം എന്നോട് പറഞ്ഞിട്ടൊരു കാര്യമില്ല. എന്നെ കൊണ്ടൊന്നും നിങ്ങളുടെ പെങ്ങളോട് ഇത് പറഞ്ഞ് ഫലിപ്പിക്കാനുള്ളത് കഴിവില്ല, ത്രാണില്ല. എൻ്റെ പൊന്നെ തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ വായ നിർത്തില്ല. വയലിൽ പറഞ്ഞ പോലെ പുലർച്ചെ വരെ അവസ്ഥ ഉണ്ട്. ഇനിയിപ്പോ അവിടെ പോയി തിരിച്ചതപ്പോ ലീവ് കഴിഞ്ഞ് ഞാൻ പോകാനായി. ഇനിയിപ്പോ അവിടെ പോയിട്ട് വീണ്ടും തന്നെ ഈ വണ്ടിക്കാള വലിക്കും പോലെ ഇങ്ങനെ വലിച്ചും കൊണ്ടിരിക്കുക. ഭാരം വലി വല്ലാത്തൊരവസ്ഥ. എന്നാ പിന്നെ ഞങ്ങളൊരു കാര്യം ചെയ്തോളി, ഓനോട് പറഞ്ഞാളൻ പൈസ ഇല്ല പറഞ്ഞാളി. പൈസ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കുടുംബക്കാരോട് മൊത്തം നടന്ന് പറയുമല്ലോ, ഓനെ ഞങ്ങളെ നോക്കണില്ല, ഉപ്പയമ്മയില്ലാതെ ഓനെ ഞങ്ങൾ വളർത്തിണ്ടാക്കിയാണ്, അങ്ങനെ എങ്ങനെ കൊറേ കണക്കും കൊണ്ട് അയക്കുമല്ലോ അവര്. എന്നാ കൊടുത്താളെ. എന്താണ് ഈ അന്തം കുന്തില്ലാതെ വർത്താനം പറയുന്നത്? പൈസ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ കൊടുക്കൂലേ? എങ്ങനെയെങ്കിലും തോന്നാതെ തീർന്നു കിട്ടിയാൽ മതിയായിരുന്നു. ഇതേപോലെ ഇപ്പൊ കഴിഞ്ഞ ഞാൻ പോരുന്നതിന്റെ ഇതും കൂടിയേ ഉള്ളൂ. അതുകൊണ്ട് പണി വെച്ചാലേ ഇതിപ്പോ തൽക്കാലം ഈ അവിടെ ആക്കി കഴിഞ്ഞേ. ഇയാൾ ഇത് കേൾക്കണം, നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്കൊന്നും ഇത് അറിയില്ല. ഞങ്ങളൊന്നും ഒരു 10 ദിവസം തികച്ച അവിടെ നിൽക്കൂല. ഗൾഫിൽ പൊരി വെയിലാണ്. അവിടെ ഭയങ്കര സുഖത്തിലല്ല ഞങ്ങളൊന്നും ജീവിക്കുന്നത്. കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ മാസം ഞാൻ അന്ന് ആ സമയത്ത് പോരണം എന്ന് വിചാരിച്ചിരുന്നിരുന്ന ലീവിന്. പിന്നെ താനൂരുള്ളൊരു ഒരു പയ്യണ്ടായിരുന്നു. ഒരു 10-40 വയസ്സുണ്ടാവും. എന്താണെന്നറിയില്ല, നല്ല ആരോഗ്യമുള്ള നല്ല സുന്ദരനായിട്ടൊരു പയ്യൻ. പക്ഷെ അവന് കുറച്ച് റിസ്ക്കുള്ള ജോലിയായിരുന്നു. അവിടുന്ന് പെട്ടെന്ന് രാവിലെ എല്ലാവരും വിളിച്ചു പറയാനായിട്ട് കുഴഞ്ഞു വീണാണ്ട് മരിച്ചു അറിയില്ല. അതേപോലെ ഒരു ബാബുട്ടിക്ക തിരൂര് വട്ടത്തുള്ള ഇങ്ങോട്ട് പോരൊക്കെ അവസാനിപ്പിച്ച എല്ലാ കാര്യങ്ങളും ഒക്കെ റെഡിയാക്കി മൂപ്പര് നാട്ടിൽ സെറ്റിലാവുകയാണ്. മോനെ ഞാൻ ഇനി മക്കളൊക്കെ ഇപ്പോൾ ഗൾഫിലേക്ക് വന്ന് എല്ലാം ശരിയായി അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര റാത്താണ്, ഇപ്പോൾ ഒരു കാര്യങ്ങൾക്കും ബുദ്ധിമുട്ടൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷിച്ചിരുന്നിരുന്ന ഒരു മനുഷ്യൻ. ഇങ്ങോട്ട് 10-65 വയസ്സുണ്ട്. 65 വയസ്സോളം അയാളുടെ ജീവിതം ഒരു പുരുഷായുസ് മൊത്തം അവിടെ ഹോമിച്ചു എന്ന് പറയാം. മനസ്സിലായ? പോരണേൻ്റെ തലേ ദിവസം പെട്ടിയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി പോരണേൻ്റെ തലേ ദിവസം അറ്റാക്ക്, മരിച്ച് അവിടെ തന്നെ കവറടക്കി. ഒന്ന് അവനാൻ്റെ നാട്ടിൽ വന്ന് കിടന്നുറങ്ങാനുള്ള ഒരു ഭാഗ്യം അയാൾക്ക് ഉണ്ടായില്ല. അറിയോ? അങ്ങനെ അനവധി കേസുകൾ. അതിപ്പോൾ ഇപ്പം നമ്മളടുത്ത് മാത്രമല്ല, അനവധി. ഈ മലയാളീസ് തന്നെ ഇഷ്ടം പോലെ എത്ര ആൾക്കാർ ഓരോ സ്വപ്നമായിട്ട് അങ്ങോട്ട് കയറിപ്പോവും. അവിടെ ഈ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും പ്രശ്നങ്ങളുമായിട്ട് അതിലിടയ്ക്ക് ഈ വക ടെൻഷൻ. ശാരീരിക അധ്വാനം പോട്ടെ, അത് നമുക്ക് സഹിക്കാം, നമുക്ക് ആരോഗ്യം ഉണ്ട് വെച്ചെങ്കിൽ നമുക്ക് പണിയെടുക്കുക ജീവിക്കുക. പക്ഷെ ഈ മാനസികമായിട്ടുള്ള ടെൻഷൻ ഉണ്ടല്ലോ, ഈ പെങ്ങന്മാരുടെയും ഭാര്യയുടെയും
കുടുംബക്കാരുടെയും ഭാര്യ വീട്ടുകാരുടെയും അവനാൻ്റെ കുടുംബത്തിൻ്റെയും നാട്ടുകാരുടെയും കൂട്ടുകാരുടെയും എല്ലാവരുടെയും വിചാരം. എൻ്റെ ഭാര്യയുടെ പറഞ്ഞപ്പോൾ എനിക്കൊരു നോട്ടം, ഈയും ഇങ്ങനെ തന്നെയല്ലേ ചെയ്യല്? പൈസ തികയാതെ ആയി കഴിഞ്ഞാൽ ഈ എന്താണ്ട് വിളിക്കല്, അയച്ചൂടി എന്ന് പറഞ്ഞിട്ട് അല്ലേ? അപ്പൊ ഈ അയച്ചൂട് എന്ന് പറയുമ്പോൾ അയക്കാൻ നമ്മൾ ഉണ്ടാക്കി വെക്കണമെങ്കിൽ എങ്ങനെയാണെന്ന് അറിയോ? ഈ ശമ്പളം കിട്ടുന്ന പൈസ മാത്രമല്ല, 1 രൂപ ഈ കിട്ടുന്ന പൈസയിൽ നിന്ന് 1 രൂപ ഒരു ചായ കുടിക്കാൻ, ഒരു ചായ പോലും കുടിക്കാതെ നമ്മൾ മാറ്റി വെക്കുകയാണ്. മനസ്സിലായോ? എന്തൊക്കെയോ തിന്നാൻ ബോധ്യപ്പെടുന്ന സാധനങ്ങളും പലഹാരങ്ങളും അതും ഇതും ഒക്കെ ഉണ്ടായിരിക്കും അവിടെ. പക്ഷെ അത് തിന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിന്നാൻ അവിടെ അയച്ചു തരാൻ പറ്റില്ല. അത്രയും കഷ്ടപ്പെട്ടിട്ട് പണ്ടുള്ള ആൾക്കാർ പറയില്ലേ, നമ്മൾ മുണ്ട് മുറുക്കി കൊടുത്തിട്ട്. സത്യം പറഞ്ഞ ഒരു പരിധി വരെ എല്ലാ പ്രവാസികളും അങ്ങനെ തന്നെ ചെയ്യുന്ന അവിടെ. അവനാൻ്റെ ആഗ്രഹങ്ങളൊക്കെ കണ്ട് ഒഴിവാക്കും. എന്നിട്ട് അവനാൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് ജീവിക്കുക. അതിങ്ങൊന്നും ഉണ്ടായിരുന്നാണ് അങ്ങനെ നെഞ്ഞ് തകർക്കണ വർത്താനം പറഞ്ഞു. നെഞ്ഞ് തകർക്കണ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് നെഞ്ചുവേദന വന്നു. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, അത് അവിടുന്ന് ഒരു 3-4 മാസം മുമ്പേ. എന്നിട്ട് എന്തെങ്കിലും എന്നോട് പറയാൻ ഞാൻ ആരെയും അറിയിച്ചില്ല. എന്തിനാ നിങ്ങളെ അറിയിക്കണ്? അപ്പൊ നിങ്ങൾക്കൊന്നും ടെൻഷൻ ഉണ്ടാവരുത് എന്ന് കരുതിയിട്ടാണ് നിങ്ങളെ ആരെയും അറിയിക്കാത്തത്. എന്നിട്ട് ഇപ്പൊ ഡോക്ടർ എന്താ പറഞ്ഞു നിങ്ങളോട്? എനിക്ക് കുഴപ്പമൊന്നുമില്ല, 2 ദിവസം അവിടെ കിടക്കേണ്ടി വന്ന്. എന്റെ റബ്ബുലാലമിനായ തമ്പുരാനെ കൊണ്ട് ഞങ്ങളോട് നിങ്ങളതൊന്നും പറഞ്ഞില്ലല്ലോ. തന്നെ പറഞ്ഞേ, ഞങ്ങളുടെ ബുദ്ധിമുട്ട് ഞങ്ങൾ നിങ്ങളാരോടും പറയണില്ല. എന്നോട് ഞാൻ പറഞ്ഞ, കുട്ടികളോട് പറഞ്ഞ, പെങ്ങന്മാരോട് വിളിച്ച് പറഞ്ഞ, ആരോടും പറഞ്ഞില്ല. നമ്മളൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മളത് ആരെയും അറിയിക്കാതെ അങ്ങനെ ഫൈനാണ്, ഞാൻ വളരെ സേഫാണ് എന്നൊക്കെയുള്ള തരത്തിൽ ഇങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ അഭിനയിക്കുകയാണ്. അതന്നെ പറഞ്ഞേ. പക്ഷെ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളോ ഇവിടെ മീൻ വാങ്ങിയില്ല, ഇവിടെ ഗ്യാസ് തീർന്ന്, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അപ്പോഴേക്കപ്പം ഈ വാട്സപ്പ് വഴി നിങ്ങൾ ഇതിങ്ങനെ അറിയിച്ചിട്ട് ടെൻഷൻ കയറ്റിക്കൊണ്ടിരിക്കും. എന്നാൽ അതൊന്ന് സ്വന്തം കൈകൊണ്ട്, സ്വന്തം ഒരു പ്രാപ്തി കൊണ്ട്, ഉത്തരവാദിത്വം കൊണ്ട് അതൊന്ന് മാനേജ് ചെയ്യാൻ പോലും നിങ്ങൾ ആരും ശ്രമിക്കില്ല. ഇത് പറയാതിരിക്കാൻ പറ്റില്ല. ഞങ്ങളുടെ ബുദ്ധിമുട്ടാണത്, പ്രവാസികളുടെ ബുദ്ധിമുട്ടാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ അന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞൊന്നുമല്ല.